അസ്സലാമലൈക്കും. ഞാൻ ഷൂസ്ബേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ അതിൽ കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നലെ ചായക്ക് കടി ഞാൻ ഉണ്ടാക്കിയത് ഇത് ചീയപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളെ അയലോക്കത്ത് കല്യാണം ഇനിയല്ലോ, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടീനി. കല്യാണമായി ഇനി അപ്പോൾ നമ്മളെ കുടുംബക്കാരുമാണല്ലോ. അപ്പോൾ ഏതായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുക്കൊക്കെ ഒരു 4:30 മണിക്കാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ താത്താരൊക്കെ അങ്ങോട്ട് പോന്നീനി കേട്ടോ. അപ്പോൾ ഒരു താത്ത പോന്നിട്ടില്ല, ഇനി ആ താത്താൻ്റെ പേരക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് ഇറങ്ങാണ്ട് താത്ത അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയിട്ടോ. പിന്നെ 3 ആളും പാടെ ഇങ്ങോട്ട് പോന്നിട്ടോ. 3 താത്താരും ഇങ്ങോട്ട് പോന്നീനി, നാത്തും താത്താർ പോന്നു. പിന്നെ ഞങ്ങൾ പുതുക്കൊക്കെ കഴിഞ്ഞ് ഒരു 9:30 മണി ആയിക്കണം കേട്ടോ ഞങ്ങൾ വന്നപ്പം. അപ്പോൾ ചെറിയ നാത്തൂന് പിന്നെ ഓളെ വലിയ മകളും പേരക്കുട്ടിയുണ്ട്. അപ്പം ഗതികേടാണ്, ഒറ്റക്കാണ് കാരണം കാണ്ട് ഓളപ്പം തന്നെ പുതുക്ക് ഇറങ്ങിയേക്ക് തന്നെ ഓള് മണ്ടിപ്പോയി. പിന്നെ മറ്റോല് 2 ആളും മുള്ളും വെക്കും പോലെ നിന്ന് ഏതായാലും നേരം പൊളിക്കുമ്പോൾ ഓർക്ക് ചായയും കൂടി വേണ്ട. ആങ്ങളാർ പണിക്കുപോയപ്പം ഒപ്പാണ്ട് കയറിപ്പോയിട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൽക്ക് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഈ വെള്ളപ്പവും കടലക്കറി അരി വെള്ളത്തിൽ ഇട്ട് അരക്കാൻ പറ്റിയതുമില്ല. വന്നുകാണ്ട് പിന്നെ നമ്മൾ പുതുക്കം പോയും ചെയ്തില്ലേ. ഏതായാലും പിന്നെ കടലക്കറി അങ്ങനെ ഉണ്ടാക്കി ഓലോട് ഉച്ചക്ക് ചോറ് എന്നിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓൽക്കൊക്കെ ഭയങ്കര ബിസി. ഓൽക്കൊക്കെ മരക്കൾ ഒറ്റക്കാണ്, പേരക്കുട്ടികൾ ചെറുതാണ്, ഒരാൾക്ക് പനിയാണ്, പേരക്കുട്ടിക്ക് പനിയാണ് എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അങ്ങനെ പോയി. അങ്ങനെ ഏതായാലും ഞാൻ എന്താട്ടി കുറച്ച് കടലക്കറി അപ്പമൊക്കെ ചുട്ടീനി. ഓരപ്പവും ഇതൊന്നും തിന്നില്ല. ഓരോന്നൊക്കെ അങ്ങനെ കടിച്ചു കൂട്ടിക്കാണ്ട് നേരം പൊളിക്കുമ്പോൾ തിന്നാൽ പോകൂലടി പറഞ്ഞിക്കാണ്ട് ഓല് 2 ആളും കട്ടൻ ചായയും ഓരോ അപ്പമൊക്കെ കടിച്ചു കൂട്ടിക്കാണ്ട് അങ്ങനെ ആങ്ങളാരപ്പം പണിക്കുപോയപ്പോൾ അങ്ങനെയാണ് വണ്ടി കയറിപ്പോയിട്ടോ. അങ്ങനെ ഏതായാലും ഞാൻ കടലച്ചാറൊക്കെ വെച്ചു, ഉള്ളിയൊക്കെ തൂമിച്ച് പാർന്നിക്കണ്. അങ്ങനെ ഏതായാലും ഓർക്ക് കൊടുത്ത് പോലെ അങ്ങനെ ചായയൊക്കെ കുടിച്ച് പോയിട്ടോ. കറിയൊന്നും ആരും പാർന്നില്ല, ഓല അങ്ങനെ പോയി. അങ്ങനെ ഏതായാലും ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും മക്കളെയൊക്കെ മദ്രസക്ക് പറഞ്ഞേക്കണം. അപ്പോൾ അതാക്കണ് കല്യാണമൊക്കെ ആയാൽ എന്താണെന്നറിയോ, കല്യാണം തക്കാരൊക്കെ ആകുക അല്ലെങ്കിൽ വേറെ ഏരിയയിലൊന്ന് പോയി വരിക എന്നൊക്കെ ചെയ്താലുണ്ടല്ലോ ഒരുപാട് തിരുമ്പാനാണ്. ഒരു മല കൂട്ടിയമാരുണ്ട്. ഇതൊക്കെ കല്യാണത്തിന് ഇട്ടതാണ് കേട്ടോ. പിന്നെ ഒക്കെ തിരുമ്പണം. അപ്പോൾ ഏതായാലും ഞാൻ പുതിയതൊക്കെ കല്ലുമലും കുറച്ച് പഴയതൊക്കെ ഉണ്ടാവുമല്ലോ പെരയിന്ന് ഇടുന്നത്, അതൊക്കെയാണ് മെഷീനിലിടാൻ വിചാരിച്ചിക്കാണ്ട് ഒക്കെപ്പാടെ ഒന്നും തിരുമ്പാൻ കജ്ജുമില്ല കല്ലുമ്മ. അപ്പോൾ ഞാൻ എന്താട്ടി പഴയതൊക്കെ ഞാൻ മെഷീനിലാണ്ടിട്ട് അവിടെ തിരുമ്പി ബാക്കി പിന്നെ ഞാൻ എന്താട്ടി കല്ലുമ്മ കൊണ്ടുപോയി തിരുമ്പാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതാകണം കുറേ പാത്രങ്ങളൊക്കെ മോറാണ്ട്. അപ്പോൾ അതൊക്കെ മോറും വേണം. അപ്പം ഞാൻ ഏതായാലും തിരുമ്പൽ കജ്ജട്ടെ എന്നിട്ടുള്ളൂ ഇപ്പോൾ ബാക്കി കാര്യം കേട്ടോ. അപ്പോൾ കുറച്ച് വെയിൽ ഉണ്ടേനിട്ടോ ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താട്ടി കല്ലുമ്മ പോയിക്കാണ്ട് പുതിയതൊക്കെ ഉണ്ട് തിരുമ്പി. അപ്പം വലിയോൻ ആദ്യമേ പറഞ്ഞിരിക്കണം കേട്ടോ 5 പാൻറ്റും കുപ്പായവും അതിലിടരുത്, പിന്നെ ഇപ്പം നമ്മളതായിട്ട് ഇടണ്ടല്ലോ. അപ്പോൾ പുതിയത് എങ്ങനെയായാലും മെഷീനിലിട്ടാൽ ശരിയാവില്ല കേട്ടോ ഇയാളെ. അപ്പോൾ ഞാൻ എന്താട്ടി വേഗം കല്ലുമ്മ അതാണ്ട് തിരുമ്പിയിട്ടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു കല്യാണം വിസയൊക്കെ ആയി കഴിഞ്ഞാൽ എവിടേക്കും പോകാതൊക്കെ നല്ലതാണ്. കാരണം പിറ്റേന്ന് ഒരു ലോഡ് തിരുമ്പാനേ കാരം. അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചൊക്കെ കല്ലുമ്മ തിരുമ്പി. അപ്പം ഇനി ഇതൊന്നും തിരുമ്പാനല്ല മക്കളെ പണി. ഇതൊക്കെ തിരുമ്പി കഴിഞ്ഞ് ഉണങ്ങിയാണ്ടല്ലോ ഇതൊക്കെ പാടൊരു മടക്കിയൊക്കെ അത് ഭയങ്കര ഗതികേടാണ്. തിരുമ്പാൻ നമ്മൾ എത്രയും തിരുമ്പും, പക്ഷേ മടക്കി വെക്കണ കാര്യം ആലോചിച്ചുമ്പോൾ ഉണ്ടല്ലോ ആയിരം വലിയൊരു പിരാന്ത് വേറെ ഇല്ല. പിന്നെ ഇപ്പം ഇനി മഴയാണെങ്കിലോ പറയും വേണ്ട, ഉണങ്ങി കിട്ടാനൊക്കെ ഉള്ള ഒരു ഗതികേട് എത്ര ഇക്കാരെന്നറിയാം. ഏതായാലും ഇപ്പം ഇനി മഴക്കാലമൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേന് കൂടെയൊക്കെ കുറച്ച് അയലൊക്കെ കെട്ടിയിടണം. അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ എന്തൊരു ഗതികേടേക്കാരം, പ്രത്യേകിച്ച് കുട്ടികളെ യൂണിഫോമൊക്കെ. ഏതായാലും നമ്മൾ ഇന്നലെ തിരുമ്പിയപ്പോണ്ടല്ലോ നമുക്ക് പഠിച്ചാൽ കുറച്ച് വെയിലൊക്കെ തന്നുകൊണ്ട് ഉസ്സാറായിട്ടാണ്ട് ഉണങ്ങി കിട്ടിയിട്ടോ. ഏതായാലും പിന്നെ നമ്മളെന്താട്ടി എല്ലതും തിരുമ്പി ഒലുമ്പി ബക്കറ്റിലാണ് ഇട്ട് വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ 2 ബക്കറ്റ് നമ്മൾ കല്ലുമ്മലും തിരുമ്പി, 1 ബക്കറ്റ് അങ്ങനെ നമ്മൾ മെഷീനിലും തിരുമ്പി, അങ്ങനെ ഒക്കെ ബക്കറ്റിൽ ആക്കി വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ലേ ഇനി മക്കളെ പള്ളൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വയപ്പെടുക്കൽ തുടങ്ങിയിരിക്കണം പൈച്ചിട്ട്. ഏതായാലും തിരുമ്പൽ കഴിഞ്ഞുകൊണ്ട് കുറച്ച് സമാധാനമായി. ഇനിയിപ്പോൾ അത് നോക്കണ്ടല്ലോ. ഇതാണെങ്കിൽ എല്ലാം തിരുമ്പി കഴിഞ്ഞ് നമ്മൾ ബക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ബക്കറ്റ് ഇടാൻ നോക്കുമ്പോൾ ഒന്നാണ് നിലത്തേക്കാണ് ചാടുകയും ചെയ്ത്. അപ്പോൾ ഏതായാലും മനസ്സിന് പിരാന്ത് പിടിച്ചേട്ടോ അവിടെ ചാടിയപ്പം. ഏതായാലും പിന്നെ ഞാനത് അങ്ങനെ ഏതായാലും ഒക്കെ തിരുമ്പി ഒലുമ്പി ബക്കറ്റിലൊക്കെ ആക്കി വെച്ച് ഞാൻ പറഞ്ഞില്ലേ പള്ളൻ്റെ ഉള്ളിൽ വയപ്പെടുക്കണം. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ
ചായ കുടിച്ചാൻ വേണ്ടി 2-3 അപ്പവും കടലച്ചാറും ഉണ്ടാക്കിട്ടോ. അപ്പവും കടലച്ചാറും ഉണ്ടാക്കി എന്നല്ലാതെ മക്കളെ ഒരാളും തിന്നില്ല. ഒക്കത്തിനും ആ മന്തി മതി. അപ്പം തിന്നോളി എന്ന് പറഞ്ഞപ്പോൾ ഒറ്റൊന്നിനും അപ്പം വേണ്ട, ഒക്കെ മന്തി മതി. ഏതായാലും ഞാൻ എന്താ വിചാരിച്ചിരുന്നത്, ഉച്ചക്ക് ഇപ്പം ഇനി ചോറൊന്നും വെക്കണ്ട, ആ മന്തിമേണ്ട് ഒപ്പിച്ചാന്ന് കരുതി. അപ്പം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. എവിടെ റെസ്റ്റ് എടുക്കാൻ, വേഗം തിരുമ്പലും കൂളിയും കഴിഞ്ഞിക്കാണ്ട് ഒരു പാത്ത് കുത്തിർക്കാലോ എന്ന് വിചാരിച്ചിന്. എവിടെ പിന്നെ ഇതാക്കണ് ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തോരട്ടത്. കണ്ടില്ലേ, ഒരയൽ ഫുള്ളും തോരട്ടിക്കണ്. അതേമാതിരി ഞാൻ മതിലുമ കൂടി ഇട്ടിക്കണ്. മേലെ ആണെങ്കിലും വെയിലുണ്ടായതുകൊണ്ടാണ് ഉണങ്ങി കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ വന്നുകാണ്ട് എന്താട്ടി പാത്രമൊക്കെ ഒന്നാണ്ട് മോറി വെച്ചിക്കണം കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടേനി. പിന്നെ അടിച്ചോരലും ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതും ആരെങ്കിലും ഒന്ന് കയറുകയാണെങ്കിൽ ഇങ്ങനെ പുയ്ത്ത് കിടക്കണ്ടല്ലോ. അപ്പം വേഗാണ്ട് അടിച്ചോരിയിടും. അതേമാതിരി ആ സിറ്റ് ഔട്ടും ഒന്നാണ് തുടക്കൂട്ടും. ഇനിയിപ്പോൾ ആര് വന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പാത്രങ്ങളൊക്കെ മോറിക്കഴിഞ്ഞ് പിന്നെ ഇതാക്കണേ ആ മന്തിയാണ് കേട്ടോ നമ്മൾ ചൂടാക്കി വെച്ചത്. അപ്പം ഇനി ഇതുള്ളൂ ഇപ്പം ഇനി മന്തി. ഇനിയിപ്പോൾ അത് ഉച്ചയ്ക്ക് ഏതായാലും ഉണ്ടാവില്ല. അപ്പം മക്കൾ മദ്രസ ഇട്ട് വന്നപ്പോൾ ഓൽക്ക് മന്തി. ഞാൻ പറഞ്ഞു മക്കളെ ഇനി ഉച്ചക്ക് തിന്നാറിനപ്പം ഞങ്ങൾക്ക് ഉച്ചക്ക് വേണ്ടമ്മ, ഞങ്ങൾക്ക് ഇപ്പം മതിയേ കാരണം. അങ്ങനെ പണ്ടങ്ങളിപ്പോൾ ആ മന്തി ഉണ്ടായ കാരണം കൊണ്ട് അപ്പവും കടലക്കറിയാണ് ബാക്കിയായി. ഇനിയിപ്പോൾ ഈ കടലക്കറി കളയാനൊന്നും പറ്റൂല. ഞാൻ എന്താട്ടി തിളപ്പിച്ചിക്കാണ്ട് പിടിച്ചിക്കാണ്ട് വെച്ചിക്കണേ. നാളെ ഇപ്പം തന്നെ കൂട്ടായിരുത്തിക്കാണ്ട്. അപ്പം അങ്ങനെ ഏതായാലും ഞാനത് അവിടെ വെച്ചു. പിന്നെ അതാക്കണ് നമ്മളെ വീതൻ്റെ ചോട്ടിലിങ്ങനെ വിറക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടിച്ചു കോരിയിട്ടിക്കണം കേട്ടോ. എന്നും വിറക് കൊണ്ടിടല്ലേ, അത് നോക്കലില്ല. പിന്നെ ഇന്ന് ഏതായാലും ഒക്കെ അടിച്ചു കോരിയിട്ടിക്കണം. പല ജന്തുക്കളും വന്നു കൂടിയാലും അറിയില്ല. അങ്ങനെ ഏതായാലും ഒക്കെ അതിൻ്റെ മുകളിലല്ല അത് മുഴുവനും അടിച്ചു കോരിയിട്ടിക്കണം കേട്ടോ. അങ്ങനെ ഏതായാലും പിന്നെ ഇപ്പം ഇനി നമുക്കിന്ന് ചോറ് വെക്കണം. ഇന്നിപ്പോൾ ചോറൊന്നും വെക്കാതെ അതിമ്മ കഴിച്ചിലാകാമെന്ന് വിചാരിച്ചിനി. പക്ഷെങ്കിൽ പറ്റിയില്ല. അപ്പം നമ്മളെ മക്കൾക്ക് ഏതായാലും മന്തി തന്നെ വേണം. ഏതായാലും നമ്മൾ പാത്ത് വെച്ചിട്ട് കാര്യമല്ലല്ലോ, മക്കൾ തിന്നാണെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ച്. നമുക്കിപ്പോൾ കുറച്ച് പണി എടുക്കണം എന്നല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. മക്കൾ ആ ബിരിയാണി അല്ല മന്തി തിന്നാൽ അത്രയും നല്ലത്. ഓലെ പള്ളിക്ക് എത്തുമല്ലോ. കേടെന്ന് കളഞ്ഞാൽ പിന്നെ മനസ്സിക്ക് പിന്നെ ഒരു വല്ലാത്ത പൊറുതിയുടെ ഇക്കാരം. മക്കൾക്ക് കൊടുത്താൽ മതി, ഇനി ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്നൊക്കെ അല്ല ഒരു പൊറുതിയുടെയും കാര്യങ്ങളൊക്കെ ഇക്കാരം. ഏതായാലും നമ്മൾ തിരിച്ചൊക്കെ മൂട്ടി നമ്മൾ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ചാറാണ് ഇപ്പം ഉണ്ടാക്കാൻ മക്കളെ ഒരു സാധനമല്ലാത്തത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ എന്താ അപ്പം ഇനി ചാറ് വെക്കാൻ. അപ്പോൾ ഏതായാലും ഇപ്പം നാളെ നമ്മൾ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ കുറച്ച് ബത്തൽ അങ്ങീനല്ലോ, ഞാൻ പിടിച്ചിക്ക് വെച്ചിനല്ലോ. തിങ്കളാഴ്ച ഇപ്പം ഇനി നമുക്ക് കൂട്ടാനൊന്നും ഉണ്ടാവില്ല അറിഞ്ഞുകാണ്ട് അത് ഏതായാലും ഉണ്ട്. അത് നമുക്ക് പൊരിച്ചും ചാറ് പത്ത് ആലോചിച്ചപ്പോഴാണ് മുതര വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. മുതര എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര തീർപ്പതിയാണ്. പക്ഷെ മറ്റൊരുക്കാർക്കും ബാപ്പാക്കും പറ്റൂല, മക്കൾക്കും പറ്റൂല. ബാപ്പാക്കും പറ്റൂല, മക്കൾക്ക് അതിലേറെയും പറ്റൂല. ഏതായാലും ഇച്ച് നല്ല തീർപ്പതിയാട്ടോ ഞാൻ ഈ മുതരച്ചാറ്. ഏതായാലും ഞാൻ എന്താട്ടി വറുത്ത് പൊടിച്ചിക്കാണ്ട് തക്കാളിയും മുളകും മഞ്ഞളൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാൻ അവിടെ കുക്കറിൽ വെച്ചിക്കണം കേട്ടോ. ഞാൻ വിചാരിച്ച് മാണെങ്കിൽ തിന്നോട്ടെ, അല്ല അപ്പം ഞാൻ ചാറക്കണത് ഞാൻ മുറിച്ച് ചാറക്കാൻ പറ്റുമോ ഓൽക്ക്. ഏതായാലും ഞാൻ അതാണ്ട് ചാറ് വെച്ച് കൊടുത്തും ചെയ്ത്. പിന്നെ അതിക്ക് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ ജീരുള്ളിയും തേങ്ങയൊക്കെ അരച്ചും ചെയ്ത്. പിന്നെ കുറച്ച് വത്തലുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതാക്കണം മുളക് വെച്ചിക്കണം കേട്ടോ. അതാണ് പൊരിച്ചും ചേച്ചാൽ. പിന്നെ അങ്ങനെ നമ്മളെ മുതിരച്ചാറ് റെഡിയായും ചെയ്ത് അതിക്ക് തേങ്ങ അരച്ച് പാർന്നും ചെയ്തു കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ച് പാർന്ന് നമുക്കത് തൂമിച്ചണം. പിന്നെ ഞാൻ എന്താട്ടി കുറച്ച് മമ്പയറുണ്ട് ഇനി വെള്ളത്തിലിട്ടച്ചിനി, അതും ഉപ്പേരിയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ മുതിരച്ചാറ് വേണ്ടെങ്കിൽ ആ മമ്പയറും കൂട്ടി തിന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ മമ്പയറും അടുപ്പത്ത് വെച്ചിക്കാണ്ട് അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ചെയ്തു കേട്ടോ. പിന്നെ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് തൂമിച്ചെടുക്കണമല്ലോ. അതിനും വേണ്ടി ഞാൻ എന്താട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ട് വല്ലുള്ളിയും കരിവേപ്പിൻ്റെ ഇട്ട് തൂമിച്ച് ചാറ്റുക്കും അതേമാതിരി മമ്പയർക്കും ഒപ്പമുണ്ട് തൂമിച്ചാണ് പാരാന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ 2 പണിയെടുക്കാനൊന്നും ആവില്ല, ഒക്കെ ഒപ്പമുണ്ട്. അതിപ്പോൾ ഞാൻ എന്താട്ടി മമ്പയർ വേഗോളം കാത്തു നിന്ന് തൂമിച്ചാൻ. ഏതായാലും അങ്ങനെ ചാറൊക്കെ തൂമിച്ച് മമ്പയറും തൂമിച്ച് വെച്ചുട്ടോ. ഇനി വേണമെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ ആരും ചാറൊന്നും കൂട്ടിയില്ല. ഒക്കെ ആ മമ്പയറും അതേമാതിരി ആ മീനും അച്ചാറൊക്കെ കൂട്ടിക്കാണ്ടാണ് തിന്നു. ചാറ് പിന്നെയും ബാക്കിയായ വേണം ഞാൻ ഇനി തിന്നല്ല. അപ്പം എത്താ കാട്ടുന്നത്, കളയാൻ പറ്റുമോ? അങ്ങനെ ഏതായാലും മീനൊക്കെ ചട്ടിയിലിട്ട് കാണ്ട് പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മീനൊക്കെ പൊരിഞ്ഞ് വരട്ടെ. അപ്പം ഇനി
നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.